അമേരിക്കൻ മലയാള സാഹിത്യ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ കേരസൻ വർഗീസ് രചിച്ച പ്രവാസിയുടെ നേരും നോവും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പന്തളം ലയൺസ് ഹാളിൽ നടന്ന ചടങ്ങ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഫൊക്കാന സാഹിത്യ പുരസ്കാര ജേതാവായ കേരസൻ വർഗീസ് രചിച്ച പ്രവാസിയുടെ നേരും നോവും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ലയൺസ് ഹാളിൽ നടന്ന ചടങ്ങ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നേരിന് വില കൽപ്പിക്കാത്ത കാലത്ത് നേരിനെക്കുറിച്ചും അതിൽ നിന്നും ഉത്ഭവിക്കുന്ന നോവുകളെക്കുറിച്ചും പറയുവാൻ വ്യഗ്രത കാട്ടിയ കേരസന്റെ ഉദ്യമം പ്രശംസനീയമാണെന്ന് മന്ത്രി പറഞ്ഞു. പ്രവാസിയുടെ നേരും നോവും ആദ്യത്തേത് വാൽക്കണ്ണാടിയാണ്. അദ്ദേഹം ഒരു മാധ്യമത്തിന് വേണ്ടി എഴുതിയ വാൽക്കണ്ണാടി എന്ന പേരിൽ മനോരമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയത് എല്ലാം കൂടി ഒന്നിച്ച് പ്രസിദ്ധീകരിച്ചതാണ് ആദ്യത്തെ പുസ്തകം. ഓർമ്മക്കുറിപ്പുകളാണോ എന്ന് ചോദിച്ചാൽ അതാണ്. അതല്ലെങ്കിൽ കവിത പോലെ മനോഹരമായ ഗദ്യമാണ്, നൊമ്പരമുണർത്തുന്ന കഥകൾ പോലെ കൃത്യമായ വിവരണങ്ങളാണ് ഓരോ അധ്യായത്തിലുമുള്ളത്. ഈ യോഗം ഇങ്ങനെ സംഘടിപ്പിക്കാനായിട്ട് ഇടയായത് ഒരാളുടെ ഉത്തേജനമാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഫാദർ ബോബി ജോസ് കട്ടക്കാട് അച്ഛനാണ്. മുൻ മന്ത്രി പന്തളം സുധാകരൻ അധ്യക്ഷത വഹിച്ചു. കേരള സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ KS രവികുമാർ പുസ്തകം പരിചയപ്പെടുത്തി. തത്വചിന്തകനും എഴുത്തുകാരനുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് പുസ്തകം എഴുത്തുകാരിയും ആർട്ടിസ്റ്റുമായ മീര നായർക്ക് നൽകി നിർവഹിച്ചു. അവസാനത്തോളം ഈ മനുഷ്യനെ ഓർത്ത് ദുഃഖിച്ച ഒരാള് ഈ ആർട്ടിനെ ഭംഗിയായിട്ടൊന്ന് നിർവചിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? ദ ബെസ്റ്റ് ഫോം ഓഫ് ആർട്ട് ഇസ് ടു ലവ് മെൻ പീപ്പിൾ. ഈ മനുഷ്യരെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും നല്ല കലാരൂപം. നിങ്ങൾ അതിനെയാണ് ഒരു ഏകകമായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പുസ്തകത്തിലെ ഓരോ കുറിപ്പും അതിനുള്ള സാക്ഷ്യമാണ്. അപ്പൊ എല്ലാത്തിനും ഒരു ജീവിതത്തെ മൊത്തം ഒരു വലിയ സെലിബ്രേഷൻ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തിലും നമ്മൾ കാണുന്നത്. കണ്ണൻ ചിത്രശാല സ്വാഗതവും കേരസൻ വർഗീസ് നന്ദിയും പറഞ്ഞു. 24 USA. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.